Classification of taxes, tax on the basis of method. Method അനുസരിച്ച് നമ്മൾ എടുക്കുന്നു. Classification of tax on the basis of method. A tax may be progressive, proportional, regressive, decreasive according to the relationship between tax rate structure and tax revenue. അപ്പോൾ തൊട്ട് മുമ്പ് എടുത്ത ക്ലാസ്സിൽ തന്നെ നമ്മൾ ഈ പ്രോഗ്രസീവും പ്രൊപ്പോർഷണലും റിഗ്രസീവും ഡിഗ്രസീവും ഒക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് ഈസ് ഈസിയർ ആയിരിക്കും നമ്മൾ ക്ലാസ് പോകുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രോഗ്രസീവ് ആണ്, പ്രൊപ്പോർഷണൽ ആണ്, റിഗ്രസീവ് ആണെന്നൊക്കെ പറഞ്ഞാൽ ഡയറക്ട് ടാക്സ് ഇൻഡയറക്ട് ടാക്സ് ഒക്കെ പറഞ്ഞു വെച്ചപ്പോൾ ഡയറക്ട് ടാക്സ് ഇസ് പ്രോഗ്രസീവ്, ഇൻഡയറക്ട് ടാക്സ് ഇസ് റിഗ്രസീവ് എന്നൊക്കെ പറഞ്ഞതിന്റെ ഇതാണ്. അപ്പൊ നമുക്കിത് കൂടുതൽ എക്സാമ്പിളിലൂടെ നമുക്കൊന്നും കൂടി ഇത് വ്യക്തമാക്കാണ് ഈ സെഷനിലൂടെ നമ്മൾ ചെയ്യുന്നത്. ടാക്സിനെ നമ്മൾ പ്രോഗ്രസീവ്, പ്രൊപ്പോർഷണൽ, റിഗ്രസീവ് ആൻഡ് ഡിഗ്രസീവ്. Progressive tax. It's a tax in which a tax rate increases as the taxable amount is increases. So, income increase in അനുസരിച്ച് tax rate increase ചെയ്യണമെങ്കിൽ such type of system we call it as a progressive tax. Tax എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ progressive tax അതാണ് പ്രിൻസിപ്പിൾ ആണ് ഫോളോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ taxable amount increase ചെയ്യുമ്പോൾ tax rate increase ചെയ്യും. ഓക്കെ, അപ്പൊ പ്രോഗ്രസി ഇവിടെ പറഞ്ഞിട്ടുള്ളത് പ്രോഗ്രസി എന്ന് പറയുന്ന ടേം റെഫർ ചെയ്യുന്ന എന്താണ്? ദ ടാക്സ് റേറ്റ് പ്രോഗ്രസസ് ഫ്രം ലോ ടു ഹൈ. അതാണ് പ്രോഗ്രസി എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ ഇതിനകത്ത് ഇമ്പോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ പ്രോഗ്രസീവ് ടാക്സ് റേറ്റ് ആണ്, പ്രോഗ്രസീവ് ടൈപ്പ് ഓഫ് ടാക്സ് സിസ്റ്റം ആണ്. അപ്പൊ മാർജിനൽ ടാക്സ് റേറ്റ്സ് പ്രോഗ്രസീവ് ടാക്സ് സിസ്റ്റം ആണ്. ഇറ്റ്സ് ഓഫൻ ഹയർ ദാൻ ദ ആവറേജ് ടാക്സ് റേറ്റ്സ്. അപ്പൊ പ്രോഗ്രസീവ് ടാക്സ് സിസ്റ്റത്തിനനുസരിച്ച് നമ്മൾ ഇപ്പൊ പറഞ്ഞത് ടാക്സ് എമൗണ്ട്, അതായത് ടാക്സിബിൾ എമൗണ്ട്, അതായത് ടാക്സ് ബേസ് ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ ഇൻകം ഇൻക്രീസ് അനുസരിച്ച് ടാക്സ് റേറ്റും ഇൻക്രീസ് ചെയ്ത് പോകും. ഇറ്റ്സ് എ പ്രോഗ്രസീവ് നേച്ചർ ആണ്. റേറ്റ് ഓഫ് ടാക്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ചേഞ്ച് ഇൻ ഇൻകം. ഹയർ ദ ലെവൽ ഓഫ് ഇൻകം, ഹയർ ദ ടാക്സ് വിൽ ബി പെയ്ഡ്. ലോവർ ദ ലെവൽ ഓഫ് ഇൻകം, ലോവർ ദ ടാക്സ് വിൽ ബി പെയ്ഡ്. ഓക്കെ, ആ ടൈപ്പ് ഓഫ് സിസ്റ്റത്തിനെയാണ് നമ്മൾ പ്രോഗ്രസീവ് ടാക്സ് സിസ്റ്റം അല്ലെങ്കിൽ പ്രോഗ്രസീവ് ടാക്സ് എന്ന് പറയുന്നത്. അതിനെയാണ് താഴെ പറഞ്ഞിട്ടുള്ളത് ടാക്സ് റേറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസസ് ഇൻകം. അപ്പൊ ഇത് എങ്ങനെ ടാക്സ് ലയബിലിറ്റി എങ്ങനെ എസ്റ്റിമേറ്റ്? മൾട്ടിപ്ലൈയിങ് ദ ടാക്സ് ബേസ് വിത്ത് ദ ടാക്സ് റേറ്റ്. പ്രോഗ്രസീവ് ടാക്സിൽ ഉപയോഗിക്കുന്ന എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈയിങ് ദ ടാക്സ് ബേസ് വിത്ത് ദ ടാക്സ് റേറ്റ്. ഡയറക്ട് ടാക്സ് ആണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. മോസ്റ്റ് പ്രോഗ്രസീവ് ടാക്സ് കൺട്രീസ് എന്ന് പറയുന്നത് മെക്സിക്കോ, ചിലി, കൊറിയ ആൻഡ് ഇസ്രായേൽ. ഓക്കെ, അതിന്റെ ന്യൂമറിക്കൽ എക്സാമ്പിൾ ആണ്. നമ്മൾ നേരത്തെ ഉള്ള കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ട ഒരു കാര്യമാണ്. 1000, 2000, 3000, 4000 ഒക്കെ ഒരു ടാക്സിലെ എമൗണ്ടില് ടാക്സ് ബേസില് മാറ്റങ്ങൾ വരുന്നു. പക്ഷെ ടാക്സ് റേറ്റ് എന്നുള്ള മാറ്റങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. കണ്ടോ, 10, 15, 20, 30. When the tax base is increased, the tax rate is also increased. Amount of taxലും അതിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കും. ഓക്കെ, അതിന്റെ ഫിഗർ ആണ് അല്ലെ, ടാക്സ് റേറ്റും ടാക്സ് ബേസ് ആണ്. വെൻ മൈ ഇൻകം ഈസ് ഇൻക്രീസ് ഫ്രം 1000 to 2000. ഇവിടെ നമ്മൾ ഇവിടേക്ക് വരച്ചു. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും അല്ലെ, കഴ്സർ പോകുന്ന നോക്കി കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും. ഇനി വീണ്ടും എന്റെ ടാക്സ് ബേസ് ഇവിടെ നിന്ന് അല്ലെ, ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ടാക്സ് ഇൻക്രീസ് ചെയ്ത് ഇവിടെ വരെ എത്തി. അപ്പൊ ഞാൻ എത്ര ടാക്സ് കൊടുക്കണം? ഇത്രത്തോളം ടാക്സ് കൊടുക്കണം. ഇവിടെയാണ് എന്റെ ടാക്സ് കൊടുക്കേണ്ട റേറ്റ്. ഇവിടെ ഉണ്ടായിരുന്നപ്പോ എന്റെ ടാക്സ് കൊടുക്കുന്ന റേറ്റ് എത്രയാണ്? ഓക്കെ, പ്രൊപ്പോർഷണൽ ടാക്സ്, ഫ്ലാറ്റ് ടാക്സ് സിസ്റ്റം എന്നൊക്കെ പറയാറുണ്ട്. റൈറ്റ്സ് ഓഫ് ടാക്സേഷൻ റിമെയിൻസ് കോൺസ്റ്റന്റ് ആസ് ദ ടാക്സ് ബേസ് ചേഞ്ചസ്. ടാക്സ് ബേസിൽ വരുന്ന ചേഞ്ച് അനുസരിച്ച് ടാക്സ് റേറ്റില് നമ്മൾ പറഞ്ഞ റൈറ്റ് ഓഫ് ടാക്സേഷൻ റിമെയിൻസ് കോൺസ്റ്റന്റ്. നേരത്തെ കണ്ടത് ടാക്സ് ബേസിലെ ചേഞ്ച് വരുന്നതിനനുസരിച്ച് ടാക്സ് റേറ്റിലും ചേഞ്ച് വരുന്നു. ഇവിടെ കാണുന്നത് ടാക്സ് റേറ്റില് ഒരു ചേഞ്ച് സംഭവിക്കുന്നില്ല, ഫ്ലാറ്റ് ടാക്സ് സിസ്റ്റം ആണ്. ഓക്കെ, ടാക്സ് ബേസിൽ ഇംപ്രൂവ് അനുസരിച്ച് ടാക്സ് റേറ്റിൽ മാറ്റമില്ല. റേറ്റില് ടാക്സ് പോയിക്കൊണ്ടിരിക്കും, സെയിം പെർസെന്റേജ് ആയിരിക്കും. 20% ഫ്രം യുവർ ഇൻകം ഷുഡ് ബി ടാക്സബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഇൻകം 2 crore ആണെങ്കിലും 10,000 ആണെങ്കിലും 20,000 ആണെങ്കിലും 20 lakhs ആണെങ്കിലും ഒക്കെ ഈക്വൽ റൈറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പൊ ഒരു പെർസെന്റേജ് സെറ്റ് ചെയ്തനുസരിച്ച് റിഗാർഡ്ലെസ് ഓഫ് ഇൻകം നമ്മൾ പേയ്മെന്റ് നടത്തേണ്ടതായിട്ട് വരും.
Equality between marginal tax rate and average tax rate ആണ്. Okay. ഇതിന്റെ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് ബൈ മൾട്ടിപ്ലൈങ് ദ ടാക്സ് ബേസ് വിത്ത് ദ ടാക്സ് റേറ്റ് ആണ്. നേരത്തെ നമ്മൾ കണ്ടത് പ്രോഗ്രസീവില് മൾട്ടിപ്ലൈങ് ദ ടാക്സ് ബേസ് വിത്ത് ടാക്സ് റേറ്റ്. ഓക്കെ. Corporation tax. Government charges a flat rate of 30% of income earned by the companies in India. എല്ലാവരും 30% ഇൻകത്തിന്റെ 30% ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ. എക്സാമ്പിൾ ആണ് ടാക്സ് റേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു കോൺസ്റ്റന്റ് ആയിട്ട് പോകുമെന്ന് പറഞ്ഞു അല്ലെ. ഇവിടെ പറഞ്ഞ യൂണിഫോം റേറ്റ് സിസ്റ്റം ആണ്, റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. 10 അല്ലെ. ടാക്സ് റേറ്റ് പെർസെന്റേജിൽ നോ ചേഞ്ചസ്, ബട്ട് ദ ടാക്സ് ബേസ് ഈസ് ഇൻക്രീസ്ഡ്. 1000 to 2000, 2000 to 3000, 3000 to 4000 അങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ടാക്സ് റേറ്റിലെ ചേഞ്ചസ് ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. എമൗണ്ട് ഓഫ് ടാക്സിലെ മാറ്റമുണ്ടോ ചോദിച്ചാൽ മാറ്റമുണ്ട്, പക്ഷെ ടാക്സ് റേറ്റിൽ മാറ്റമില്ല. എമൗണ്ട് ഓഫ് ടാക്സിൽ മാറ്റങ്ങൾ വരാം. കാരണം 1000 ഉള്ള ആളും അല്ല 4000 ഉള്ള എമൗണ്ട് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ രണ്ടും ഡിഫറെന്റ് ആണ്. ഓക്കെ. കാരണം ഇവിടെ നമുക്കറിയാം ടാക്സ് റേറ്റ് ഇവിടെ കോൺസ്റ്റന്റ് ആണ്. ഇവിടെ 20% എന്ന് ഇവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഇൻകം ഇൻക്രീസ് ചെയ്താലും അല്ലെ, ഇവിടെ വന്നു എന്റെ ടാക്സ് ഇതാണ്, ഇവിടെ എന്റെ ഇൻകം എന്നാലും എനിക്ക് കൊടുക്കേണ്ടത് 20%. ഇവിടെ എന്റെ ഇൻകം എന്നാലും എനിക്ക് 20% കൊടുത്താൽ മതി. ഇവിടെയാണ് എന്റെ ഇൻകം എന്നാലും എനിക്ക് 20% കൊടുത്താൽ മതി. ഫിഗർ പ്രൊപ്പോർഷണൽ ടാക്സിനെ റിഫ്ലക്ട് ചെയ്യുന്ന ഫിഗർ ആണ്. രണ്ട് കമ്പാരിസൺ നമുക്ക് നോക്കാം. പ്രോഗ്രസീവ് ആൻഡ് പ്രൊപ്പോർഷണലിന്റെ കമ്പാരിസൺ ആണ്. നേരത്തെ കണ്ടു തന്നെയാണ്. പ്രൊപ്പോർഷണൽ ഇവിടെ 10%, ഇവിടെ നമ്മൾ ടാക്സ് റേറ്റ് നോക്കുമ്പോൾ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ 1000 ആയിരുന്നു എന്റെ ഇൻകം. പ്രൊപ്പോർഷണൽ ടൈപ്പ് ഓഫ് ടാക്സ് ആണെങ്കിൽ എന്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 10 ആണ്. 100 rupees പേയ്മെന്റ് നടത്തിയാൽ മതി. ടാക്സ് റേറ്റ് ഇവിടെ പ്രോഗ്രസീവിലും 10 തന്നെയായിരുന്നു. സോ 100 തന്നെയാണ് പ്രോഗ്രസീവിലും കൊടുക്കേണ്ടി വരിക. ഇനി 2000 rupees ആണ് എന്റെ ടാക്സ് ബേസ് എന്ന് പറയുന്നത്. ഇൻക്രീസിങ് സംഭവിച്ചു. പക്ഷെ പ്രൊപ്പോർഷണൽ ടൈപ്പ് ഓഫ് ടാക്സിലെ 10% തന്നെയാണ് ടാക്സ് റേറ്റ്. പക്ഷെ പ്രോഗ്രസീവ് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 15 ആണ്. പ്രൊപ്പോർഷണൽ ആണെങ്കിൽ 10 ആണ്. 200 പേയ്മെന്റ് നടത്തണം. ഇവിടെ നടത്തേണ്ടത് 300 ആണ് പേയ്മെന്റ് നടത്തേണ്ടത്. പ്രോഗ്രസീവ് ടൈപ്പ് ഓഫ് സിസ്റ്റം. അതുകൊണ്ടാണ് അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈക്വാലിറ്റി കൊണ്ടുവരാനായിട്ട് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ അല്ലെ, ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് ഒക്കെ ഇക്കോണമിയിൽ വരുന്നതിന് പ്രോഗ്രസീവ് ടൈപ്പ് ഓഫ് ടാക്സ് സിസ്റ്റം ഉപകരിക്കും. സോ ഡയറക്ട് ടാക്സ് കുറയുന്നത് നല്ലതാണ് എന്നൊക്കെ പറയുന്നതിന്റെ കാരണമൊക്കെ അതാണ്. ഓക്കെ. അപ്പോ ഇവിടെ പ്രോഗ്രസീവ് സിസ്റ്റത്തിൽ നമ്മൾ കണ്ട മാറ്റം ഇതാണ്. 2000 ആണ്. പ്രൊപ്പോർഷണൽ ടൈപ്പ് ഓഫ് ടാക്സ് ആണെങ്കിൽ 10% കൊടുത്താൽ മതി. പ്രോഗ്രസീവ് ആണെങ്കിൽ 15 ആവും. കാരണം 1000 നിന്ന് 2000 എന്റെ ഇൻകം ഇൻക്രീസ് ചെയ്തപ്പോ സെയിം ടാക്സ് റേറ്റ് ആണ്. പക്ഷെ 1000 നിന്ന് 2000 എന്റെ ഇൻകം ഇൻക്രീസ് ചെയ്തപ്പോ സെയിം ടാക്സ് റേറ്റ് അല്ല. ഫോളോ എ പ്രോഗ്രസീവ് ടാക്സ് സിസ്റ്റം. അവിടെ 10 നിന്ന് 15 ഇൻക്രീസ് ചെയ്തു. 100 നിന്ന് 200 കൊടുത്താൽ മതിയെങ്കിൽ പ്രോഗ്രസീവ് ആണെങ്കിൽ 100 നിന്ന് 300 ഞാൻ ഗവൺമെന്റിലേക്ക് പേയ്മെന്റ് നടത്തേണ്ടി വരും. ഓക്കെ. റിഗ്രസീവ് നമ്മൾ പറഞ്ഞു ടാക്സ് റേറ്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഇൻകം. The smaller is the proportion of income he contributes to the government if he is a higher income group. Higher income of the taxpayer ആണെങ്കിൽ അദ്ദേഹത്തിന് സ്മോളർ പോർഷൻ ഓഫ് ദി ഇൻകം മാത്രം ഗവൺമെന്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്താൽ മതി. ഇപ്പൊ ഏവറേജ് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് എക്സീഡ്സ് ദ മാർജിനൽ ടാക്സ് റേറ്റ്. ഇപ്പൊ ഇതില് വരുന്നത് വെൽഫെയർ മോട്ടീവിന് എതിരാണ് എന്നുള്ളതൊക്കെയാണ് ഇതിലുള്ളത്. കാരണം സിൻടാക്സ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. സിൻടാക്സിനെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞിരുന്നു. ടാക്സ് ഓൺ ഇൻടോക്സിക്കൻസ്, ടുബാക്കോ, ആൽക്കഹോൾ. അപ്പൊ ഇതൊരു ലോവർ ഇൻകം ഗ്രൂപ്പ് ആണ് ഉപയോഗിക്കുക. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അത് സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കൺസംഷൻ കുറയ്ക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഉണ്ട് കേട്ടോ ഇതിനകത്ത്. പിന്നെ ടോൾ ടാക്സ് ആണ്. കുറെ കൂടി നമുക്ക് ഈസിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ്. വാഹനത്തില് അല്ലെ, ഏത് വാഹനം, കാറിന് ഇത്ര തുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ കടന്നു പോകുന്ന ഏത് കാറിനും ഒരേ തുക തന്നെയാണ്. ശരിയല്ലേ? അതിലൂടെ ആര് കടന്നു പോയാലും ഒരേ തുക തന്നെയാണ് പേയ്മെന്റ് നടത്തുന്നത്. അപ്പോൾ റിച്ചിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു പോർഷൻ ആണെങ്കിൽ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം മേജർ പാർട്ട് ഓഫ് ഇൻകം ഷുഡ് ബി പെയ്ഡ് എന്നുള്ളതാണ്. അപ്പോൾ റിഗ്രസീവ് ടാക്സിൽ പറയുന്നത് ഇൻകം ഇൻക്രീസ് ചെയ്യും തോറും ടാക്സ് റേറ്റില് ഒരു കുറവ് സംഭവിക്കും എന്നുള്ളതാണ്. ആവറേജ് ടാക്സ് റേറ്റ് എക്സീഡ്സ് ദ മാർജിനൽ ടാക്സ് റേറ്റ്.
ഇവിടെ ഇൻകം ഇൻക്രീസ് ചെയ്യണം. 1000 ടാക്സ് റേറ്റ് 10 ആണ്, 7 പോയി, 5 പോയി, 4 പോയി. When the tax base is increased, the tax rate is decreased. We call it as a regressive type of tax system. Indirect tax ne നമ്മൾ പറഞ്ഞു regressive type of tax ആണെന്ന് പറഞ്ഞു. ഓക്കെ, പേഴ്സന്റെ മുകളിലാണ് അത് കൂടുതലും ബർഡൻ ആയിട്ട് ഫീൽ ചെയ്യാൻ. ഇതാണ് ടാക്സ് റേറ്റ് അല്ലെ. ഇവിടെയാണ് എന്റെ ഇൻകം എങ്കിൽ എനിക്ക് എത്രയും ടാക്സ് കൊടുക്കണം. എന്റെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതോറും എനിക്ക് കൊടുക്കേണ്ട എമൗണ്ട് കുറഞ്ഞാണ് വരുന്നത്. ഇവിടെയായിരുന്നു എന്റെ ഇൻകം, ഇത്രയും കൊടുക്കണം. എന്റെ ഇൻകം ഇത്രത്തോളം ഇൻക്രീസ് ചെയ്തു, മൈ ടാക്സ് റേറ്റ് ഈസ് ഇവിടെയാണ്, ടാക്സ് റേറ്റ് ഇത്ര വന്നു. ഇനി എന്റെ ടാക്സ് ഇവിടെയാണ്, ഞാൻ എന്റെ ഇൻകം ലെവൽ എന്ന് പറയുന്നത് ഇത്രയാണ്. ഇൻകം ഇത്ര വന്നു കഴിഞ്ഞാല് ഞാൻ കൊടുക്കേണ്ട ടാക്സ് എന്ന് പറഞ്ഞത് ഇത്രയാണ്. ഓക്കെ, ഇൻകം ഇത്രയാണ്, കൊടുക്കേണ്ട ടാക്സ് ഇത്രയാണ്. ഡിഗ്രസീവ് ടാക്സ്, tax is mildly progressive up to a certain limit. After that, tax may be charged at a flat rate. ടാക്സിന് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ടാക്സ് ആദ്യം പ്രോഗ്രസീവ് ടൈപ്പിലേക്ക് പോകും. ആദ്യം ഇൻകം ടാക്സ് ബേസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്യും. ബട്ട് ആഫ്റ്റർ പെർട്ടിക്കുലർ ലെവൽ ഓഫ് ഇൻകം ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് റേറ്റിലേക്ക് പോകും. പിന്നെ ചേഞ്ചസ് സംഭവിക്കാതിരിക്കുക. ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും, കോൺസ്റ്റന്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിഗ്രസീവ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ പ്രൊപ്പോർഷണൽ ആൻഡ് പ്രോഗ്രസീവിന്റെ ഒരു മിക്സ്ഡ് ആയിട്ട് പറയുന്നത്, ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ഡിഗ്രസീവ് ടാക്സിനെ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഹയർ ഇൻകം ഗ്രൂപ്പ് പീപ്പിൾ ആണെങ്കിൽ മേക്ക് എ ലിറ്റിൽ സാക്രിഫൈസ് ഇൻ കമ്പാരിസൺ വിത്ത് ലോവർ ഇൻകം ഗ്രൂപ്പ്. കാരണം ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒരു പരിധിയുടെ അപ്പുറം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻകം ലെവൽ ഇൻക്രീസ് ചെയ്താൽ പോലും ടാക്സ് റേറ്റില് മാറ്റങ്ങൾ സംഭവിക്കില്ല. ടാക്സ് റേറ്റ് കോൺസ്റ്റന്റ് ആയിട്ട് പോവും. ഇപ്പൊ മോഡേൺ ഡെമോക്രാറ്റിക് സെറ്റപ്പില് ദിസ് ടൈപ്പ് ഓഫ് ഡിഗ്രസീവ് ടാക്സ് സിസ്റ്റം ഇസ് നോട്ട് അക്സെപ്റ്റബിൾ. ടാക്സ് ബേസ് ഇവിടെ പറയുന്നു 1000, 2000, 3000, 4000 ടാക്സ് റേറ്റില് 10, 11, 12, 13 കണ്ടോ. ഇവിടെ എനിക്ക് ഇൻക്രീസ് ചെയ്തു. ബട്ട് ആഫ്റ്റർ എ പെർട്ടിക്കുലർ പോയിന്റ് 3000 4000 വന്നപ്പോ 13 ആയി. 4000 5000 വന്നു, എഗെയിൻ 13 ആണ്. ഇനിയിപ്പോ 6000 വന്നു, എഗെയിൻ 13 ആണ്. അപ്പോ ഒരു ലെവൽ ഒരു പ്രോഗ്രസീവ് ടാക്സസ് സ്റ്റൈലും ആഫ്റ്റർ ദാറ്റ് എ പ്രൊപ്പോർഷണൽ ടാക്സിലേക്ക് പോവുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് എ ഡിഗ്രസീവ് ടാക്സ്. ഇവിടെ നിന്ന് ഇതിലേക്ക് വന്നപ്പോ ഇവിടെ ഇൻക്രീസിങ് സംഭവിച്ചു. കാരണം ഇവിടെ നിന്ന് എന്റെ ഇൻകം ഇൻക്രീസ് ചെയ്തു, എനിക്ക് ഇത്ര എത്തി. അപ്പൊ ഇവിടേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ നിന്ന് ഒരു ലൈൻ വൈയിലേക്ക് വരയ്ക്കുമ്പോൾ അതൊക്കെ ഇംപ്രൂവ്മെന്റ് ആണ്. ആഫ്റ്റർ ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോൺസ്റ്റന്റ് ആണ്. പിന്നെ എന്റെ ടാക്സ് റേറ്റ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഇതിന്റെ ഷെഡ്യൂൾ നമ്മൾ റിഗ്രസീവ് ഡിഗ്രസീവ് ടാക്സ് റേറ്റ്സിന്റെ ഷെഡ്യൂൾസിലേക്ക് നമ്മൾ പോവാണ്. റിഗ്രസീവ് സിസ്റ്റത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ടാക്സ് ബേസ് 1000 ആയിരുന്നു, ടാക്സ് റേറ്റ് ഈസ് 10. ഡിഗ്രസീവിൽ അത് 5 ആയിരുന്നു. 2000 വന്നപ്പോൾ അത് 8 കുറഞ്ഞു. റിഗ്രസീവിൽ അത് 6 ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി 3000 എത്തുമ്പോൾ റിഗ്രസീവ് ടാക്സ് സിസ്റ്റത്തിൽ അത് 6 ആയി, ഡിഗ്രസീവ് ഇതിലേക്ക് അത് 1 ആയിട്ട് കുറഞ്ഞു. അപ്പൊ ഒരു പെർട്ടിക്കുലർ ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കോൺസ്റ്റന്റ് ആയിട്ട് പോവാം. അപ്പൊ രണ്ടിന്റെയൊക്കെ മിക്സിംഗ് ആണ്, പ്രോഗ്രസീവും പ്രൊപ്പോർഷന്റെയും ഒരു മിക്സിംഗ് ആണ് ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുക. ഓക്കെ, ഒരു മിക്സിംഗ് ആണ്, ഒരു കോൺസ്റ്റന്റ് ആയിട്ട് പോകും, അത് കഴിഞ്ഞാൽ അത് ഫ്ലാറ്റ് ആയിട്ട് പോവാം. ഇങ്ങനെയൊക്കെയുള്ള കുറെ രീതിയാണ്. സോ പ്രോഗ്രസീവിന്റെ എല്ലാത്തിനും കോമ്പിനേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ പ്രോഗ്രസീവ് ആണ് ഈ കാണുന്ന ലൈൻ. ഇത് ഡിഗ്രസീവ് ആണ്. പ്രോഗ്രസീവ് എന്ന് പറഞ്ഞാൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതോറും ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്യും. ഡിഗ്രസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ബേസ് ഇൻക്രീസ് ചെയ്യുന്നതോറും ടാക്സ് റേറ്റ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. ഡിഗ്രസീവില് ഒരു പെർട്ടിക്കുലർ ലെവൽ വരെയും പ്രോഗ്രസീവ് ടാക്സ് സിസ്റ്റം കൊണ്ടുവന്നു. ആഫ്റ്റർ എ പെർട്ടിക്കുലർ ലെവൽ അത് ഫ്ലാറ്റർ ആയിട്ട് പോവും, കോൺസ്റ്റന്റ് ആയിട്ട് പോവും. ഓക്കെ, ഇത് പ്രൊപ്പോർഷണൽ ആണ്. അപ്പോ പ്രോഗ്രസീവിന്റെയും പ്രൊപ്പോർഷന്റെയും ഒരു കോമ്പിനേഷൻ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. പ്രോഗ്രസീവിന്റെയും പ്രൊപ്പോർഷന്റെയും കോമ്പിനേഷൻ ആണ് ഡിഗ്രസീവ് ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെ? നമ്മളോട് കണ്ടില്ലേ, ഇത് മിക്സ്ചർ ഓഫ് പ്രൊപ്പോർഷണൽ ആൻഡ് പ്രോഗ്രസീവ് ടാക്സ് സിസ്റ്റം. ഇപ്പൊ ഡിഗ്രസീവ് ടാക്സ് സിസ്റ്റം വന്നു കഴിഞ്ഞാൽ പ്രോഗ്രസീവിന്റെയും പ്രൊപ്പോർഷന്റെയും ഒരു മിക്സ്ചർ ആണ്, കോംബോ ആണ്. ഓക്കെ, ഓൺ ദ ബേസ് ഓഫ് വോളിയത്തിൽ നമ്മളിവിടെ പറഞ്ഞു ടാക്സിനെ സിംഗിൾ ടാക്സ് ആൻഡ് മൾട്ടിപ്പിൾ ടാക്സിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. സിംഗിൾ ടാക്സ് റെഫേഴ്സ് ടു സിസ്റ്റം ഇൻ വിച്ച് taxes are levied only on one item, one kind of tax ആണ്.
ഒരു പ്രോഗ്രസീവ് നമ്മൾ റെഗുലർലി വൺസ് ഇൻ എവറി മന്ത് ഓർ ഇയർ ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിൽ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഇതിൽ ഗ്രൂപ്പിലേക്ക് നമ്മളൊക്കെ ഇൻക്ലൂഡ് ആണ്. അഗ്രികൾച്ചർ അലോൺ പ്രൊഡക്റ്റുമായിട്ടൊക്കെ ആക്കുമ്പോൾ ഫിസിയോഗ്രാഫ്സ് ഒക്കെ ഈ പറഞ്ഞ സിംഗിൾ ടാക്സിനെ പ്രൊമോട്ട് ചെയ്ത ആളുകളാണ്. അപ്പോൾ സിംഗിൾ ടാക്സിലേക്ക് വരുമ്പോൾ അത് പ്രോഗ്രസീവ് ആവാം, പ്രപ്പോർഷണൽ ആവാം, റിഗ്രസീവ് ആവാം, ഓക്കെ, അത് എന്തും ആവാം. പക്ഷെ സിംഗിൾ ടാക്സിലൂടെ പറയുന്നത് ടാക്സ് റെഫേഴ്സ് ടു എ സിസ്റ്റം ഇൻ വിച്ച് ടാക്സസ് ആർ ലെവീഡ് ഓൺലി ഓൺ വൺ ഐറ്റം. So we call it as only one kind of tax. Every monthലോ അല്ലെങ്കിൽ every yearലോ ഒക്കെ റെഗുലർലി ഇത് കളക്ട് ചെയ്യപ്പെടാം. മൾട്ടിപ്പിൾ ടാക്സിലേക്ക് നമ്മൾ വരുമ്പോൾ പറഞ്ഞു ടാക്സസ് ആർ ലെവിഡ് ഓൺ വേരിയസ് ഐറ്റംസ് ഓർ ബേസസ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങളും, ഒരു രാജ്യത്തെ എല്ലാ ജനങ്ങളും സ്റ്റേറ്റ് റവന്യൂയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടേണ്ടി വരും. കാരണമായിട്ട് ഇവിടെ പറയുന്നത് ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം, മോഡേൺ ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം വാരിയസ് ആയിട്ടുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇൻ ഓർഡർ ടു മീറ്റ് ദ വെൽഫെയർ ഓഫ് ദ ജനറൽ പബ്ലിക്, ഇൻ ഓർഡർ ടു മീറ്റ് ദ നെസസറി നീഡ്സ് ഓഫ് ദ ജനറൽ പബ്ലിക്. അപ്പോൾ ഇവിടെ ഇക്കണോമിക് ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, ഇക്കണോമിക് സ്റ്റെബിലിറ്റി, ഫുൾ എംപ്ലോയ്മെന്റ്, ഇതൊക്കെ റീച്ച് ചെയ്യാനായിട്ട് വിവിധ തരത്തിലുള്ള ടാക്സുകൾ കൊണ്ടുവരേണ്ടി വരും. അങ്ങനെ വരികയാണെങ്കിൽ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഇതിനകത്തേക്ക് വരും. സോ നോ സിംഗിൾ ടാക്സ് ക്യാൻ റിലീസ് ഓൾ ദീസ് ഒബ്ജക്റ്റീവ്സ്. ഓൾ ദീസ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ തൊട്ട് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ മൾട്ടിപ്പിൾ ടാക്സ് സിസ്റ്റം ഇവിടെ പ്രിഫറബിൾ ആണ്. ടു മെനി ടാക്സസ് വിൽ ഈൽഡ് ഓൺലി എ സ്മോൾ എമൗണ്ട് ഓഫ് റവന്യൂ എന്നുള്ളതാണ് ഇതിന്റെ വലിയൊരു പോരായ്മയായിട്ട് പറയുന്നത്. കോസ്റ്റ് ഓഫ് കളക്ഷൻ എന്ന് പറയുന്നത് വളരെ ഹയർ ആണ് കമ്പയർ ടു എ സിംഗിൾ ടാക്സ് ഓർ എനി അതർ ടൈപ്സ് ഓഫ് ടാക്സ് സിസ്റ്റം. സ്പെസിഫിക് ആൻഡ് അഡ്വലോറം ടാക്സസ് അസസ്മെന്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സ്പെസിഫിക്കും അഡ്വലോറം ടാക്സസ് എന്ന് പറയുന്നു. ബേസ്ഡ് ഓൺ സ്പെസിഫിക് ക്വാളിറ്റീസ് ഓർ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗുഡ്സ്, ഇതിനെ സ്പെസിഫിക് ടാക്സ് എന്ന് പറയുന്നു. ഒരു വെയിറ്റിനനുസരിച്ചോ സൈസിനോ വോളിയത്തിനനുസരിച്ചോ അല്ലെ, പെർ യൂണിറ്റ് ടാക്സ് ഓൺ കമോഡിറ്റി, അതാണ് സ്പെസിഫിക് ടാക്സ് എന്ന് പറയുന്നത്. ഇപ്പോ ഒരു ലെങ്ത് ഓഫ് യൂണിറ്റ്സിന്റെ, ഇപ്പൊ ക്ലോത്തിനെ സംബന്ധിച്ചിടത്തോളം ലെങ്ത് ഓഫ് യൂണിറ്റ്സിനെ ബേസ് ചെയ്തിട്ട് ടാക്സ് ഇമ്പോസ് ചെയ്യാണ്. ഇപ്പോ ഷുഗറിന് ഇവിടെ കൊടുത്ത എക്സാമ്പിൾ ഷുഗറിന്റെ ഇതാണെങ്കിൽ യൂണിറ്റ്സ് ഓഫ് വെയിറ്റിനനുസരിച്ച് ടാക്സ് ഇമ്പോസ് ചെയ്യണം. അപ്പൊ സ്പെസിഫിക് ആയിട്ടുള്ള ഒന്നിലെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ കാര്യത്തിലാണ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത്. ഓക്കെ, വെയിറ്റില്, സൈസില്, വോളിയത്തില്. ഓക്കെ, അഡ്വലോറം ടാക്സിലെ പറയുന്ന ടാക്സ് ഈസ് ഇമ്പോസ്ഡ് ഓൺ എ കമോഡിറ്റി on the basis of its value. We call it as an ad valorem tax. വാല്യൂവിന് പുറത്ത് ടാക്സ് ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ we call it as an ad valorem taxes. Tax is levied after assessing the value of the taxable possession of a person. Okay, വാല്യൂ അസസ് ചെയ്തതിന് ശേഷം ടാക്സ് ഇമ്പോസ് ചെയ്യാണ്. പൊസഷൻ ഓഫ് പീപ്പിൾ അനുസരിച്ച് അത് ടാക്സ് ഇമ്പോസ് ചെയ്യാണ്. ഇപ്പൊ ഇമ്പോർട്ടഡ് ആർട്ടിക്കിൾസിന്റെ പുറത്ത് ടാക്സ് ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പറയുന്നത് വാല്യൂന്റെ ഇതിന്റെ ഒക്കെ വെച്ച് നോക്കിയിട്ട് അതിന്റെ വെയിറ്റ്, ലെങ്ത്, സൈസ്, അപ്പൊ ഇതൊന്നും ഇതില്ലാതെ അതിന്റെ വാല്യൂവിനാണ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത്. ദാറ്റ്സ് ആൻ ad valorem taxes. ഓക്കെ, അതിന്റെ വെയിറ്റ് അനുസരിച്ചോ ലെങ്ത് അനുസരിച്ചോ സൈസ് അനുസരിച്ചോ ഒക്കെ ചെയ്യണമെങ്കിൽ അത് സ്പെസിഫിക് ടാക്സ് ആണ്. അതല്ലാതെ അതിന്റെ വാല്യൂവിന് പുറത്ത് നമ്മൾ ടാക്സ് ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് an ad valorem taxes. Property taxes levied on real estate is a good example for the ad valorem taxes. Advantage ആയിട്ട് ഇവിടെ പറയുന്ന greater burden on the greater rich section of the society ആണ് ad valorem taxes. അവിടെ തന്നെ more equitable as it is imposed on the value of goods. അപ്പൊ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് പറയുന്നത്. ഹൈലി പ്രൊഡക്റ്റീവ് ആൻഡ് ഇലാസ്റ്റിക് ആണ്. ആവശ്യത്തിനനുസരിച്ച് ഗവൺമെന്റിന് മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൾസോ ഇലാസ്റ്റിക് ആണ്, ഹൈലി പ്രൊഡക്റ്റീവ് ആണ്, ഇക്കണോമിക്കൽ ആണ്. ഡിസഡ്വാൻറ്റേജ് പറയുന്നത് quite difficult to administer, to assess the value of a commodity. വാല്യൂ ഓഫ് കമോഡിറ്റി എങ്ങനെ അസസ് ചെയ്യും അത് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ആണ്. അത് ഇതിന്റെ വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നു. ad valorem ടാക്സിന്റെ വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് ഇത് പറയുന്നത്. ഇൻഫ്ലേഷണറി പ്രഷറുകൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്, ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. പ്രൈസ് ലെവലിലെ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ ഇൻഫ്ലേഷണറി പ്രഷർ അവിടെ വരാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ടാക്സ് എവേഷൻ ഈസ് പോസിബിൾ. കാരണം സ്മോളർ വാല്യൂ ഷോ ചെയ്തിട്ട് ഇങ്ങനെയുള്ള ടാക്സിൽ നിന്ന് എവേഷൻ നടത്താനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണ്. നമ്മളൊരു തരത്തിൽ അങ്ങനെയാണ് ഗവൺമെന്റ് ഒരു പെർട്ടിക്കുലർ വാല്യൂ ഒക്കെ ലാൻഡിനൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. കാരണം ആളുകൾ വില കുറച്ച് കാണിച്ചു കഴിഞ്ഞാൽ ആ വിലയ്ക്ക് അനുസരിച്ചുള്ള ടാക്സ് കൊടുത്താൽ മതി. അപ്പോൾ ഒരു കമോഡിറ്റിയുടെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സംഭവത്തിന്റെ
വാല്യൂ കുറച്ച് കാണിച്ച ആളുകൾ ടാക്സ് എവേഷനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് അഡ്വലോറം ടാക്സിന്റെ ഒരു കുഴപ്പം. അപ്പൊ അത് മറികടക്കാനാണ് ഇപ്പൊ ഗവൺമെന്റ് ഇപ്പോ ഇന്ന സ്ഥലത്ത് കിടക്കുന്ന ലാൻഡ് ആണെങ്കിൽ അതിന് ഇത്ര വിലയുണ്ട്, അതിന് ഇത്ര ബേസ് വാല്യൂ ഉണ്ട്, ബേസ് പ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു സ്ഥലം വാങ്ങിക്കഴിഞ്ഞാൽ അത് ഇത്ര രൂപയ്ക്ക് ഞാൻ വാങ്ങിയിട്ടുള്ളൂ, 1 കോടി കൊടുത്താലും ഞാൻ കാണിക്കുന്ന 1 ലക്ഷമാണ്. ഇപ്പൊ അങ്ങനെ പറ്റില്ല. ഗവൺമെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് 50 lakhs അവിടെ അതിന്റെ മതിപ്പ് വിലയുണ്ട്. 50 lakhsന്റെ ടാക്സ് ഞാൻ കൊടുത്തിരിക്കണം. ഞാൻ കൊടുത്തത് 1 crore ഒക്കെ ആയിരിക്കാം, പ്രശ്നമില്ല. പക്ഷെ 50 lakhsന്റെ അത് കൊടുക്കും, ഗവൺമെന്റ് അത് ഫിക്സ് ചെയ്യും. അപ്പോ അത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അഡ്വലോറം ടാക്സിന്റെ ഒരു ഇത് പറയുന്ന ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ഡിഫിക്കൽട്ടി ഉണ്ട്, ഇൻഫ്ലേഷണറി പ്രഷർ സംഭവിക്കാം. കാരണം ഇക്കണോമിക്കൽ ആയിട്ടുള്ള ഫ്ലക്ച്വേഷൻസിനുള്ള പോസിബിലിറ്റി ഉണ്ട്, ടാക്സ് എവേഷനുള്ള പോസിബിലിറ്റി ഉണ്ട്. ടാക്സ് എവേഷൻ മറികടക്കാനുള്ള ഒരു കാര്യം മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ ടാക്സ് എവേഷൻ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, ശരിയായിട്ടുള്ള അർത്ഥത്തിൽ അത് ഹൈലി പ്രൊഡക്റ്റീവും ഇലാസ്റ്റിക് ആണ്, ഇക്കണോമിക്കൽ ആണ്. റിച്ചിന്റെ മേർത്ത് മാത്രമാണ് അത് ബേർഡൻ സൃഷ്ടിക്കുന്നുള്ളൂ. റിച്ചിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബേർഡൻ അല്ല, കാരണം they have the capacity to pay the tax imposed upon. ഓക്കെ, അപ്പൊ ഇത്രത്തോളം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്.